നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത് യൂറോപ്യൻ CV ഫോർമാറ്റിനെ പറ്റിയാണ്. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് കവർ ലെറ്ററിനെ പറ്റിയാണ്. കവർ ലെറ്ററിൻ്റെ ഫോർമാറ്റ് അല്ല. ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസായ ജർമ്മനി, ഓസ്ട്രിയ എന്നിവിടങ്ങളിലേക്ക് ജോലി നോക്കുമ്പോൾ നമ്മൾ കവർ ലെറ്ററിൽ ആഡ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് എന്നതിനെ പറ്റിയാണ് ഈ വീഡിയോ. നമ്മുടെ നാട്ടിൽ ആക്ച്വലി ഒരു ജോലിക്ക് അപേക്ഷിക്കുമ്പോൾ കവർ ലെറ്ററിൻ്റെ ആവശ്യം അത്രയ്ക്കില്ല. പക്ഷേ പുറത്തൊക്കെ നമ്മൾ ജോലി നോക്കുമ്പോൾ CVയുടെ കൂടെ കവർ ലെറ്റർ നിർബന്ധമാണ്. നിങ്ങൾക്കിപ്പോൾ പരിചയത്തിൽ ആരെങ്കിലും ജർമ്മനിയിലോ അല്ലെങ്കിൽ യൂറോപ്പിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരോട് ചോദിച്ചാൽ മനസ്സിലാവും കവർ ലെറ്ററിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്നുള്ളത്. ആക്ച്വലി ഓസ്ട്രിയയിൽ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ജോലിക്ക് ഞാൻ അപ്ലൈ ചെയ്ത സമയത്ത് എനിക്ക് കവർ ലെറ്റർ ഇല്ലായിരുന്നു. ആക്ച്വലി അതിനെപ്പറ്റി എനിക്ക് അത്ര അറിവില്ലായിരുന്നു. പക്ഷെ ഭാഗ്യം കൊണ്ട് എനിക്ക് കിട്ടിയ റിക്രൂട്ടർ കുറച്ച് മനുഷ്യപ്പറ്റുള്ളൊരു റിക്രൂട്ടറായിരുന്നു. അപ്പോൾ അതിൻ്റെ ആവശ്യകതയെ പറ്റി പറഞ്ഞു ചെയ്തു. അത് മാത്രമല്ല സമയം തന്നു കവർ ലെറ്റർ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ ശേഷം വീണ്ടും അപ്ലൈ ചെയ്യുകയാണ് ചെയ്തത് ഞാൻ. അപ്പോൾ എനിക്ക് പറ്റിയ ഒരു അബദ്ധം നിങ്ങൾക്ക് പറ്റണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിനെപ്പറ്റി പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കാര്യത്തിലേക്ക് വരാം. ഒന്നാമത്തെ കാര്യം, നമ്മൾ എത്ര ജോലികൾക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടോ ആ ഓരോ ജോലികൾക്കും സെപ്പറേറ്റ് കവർ ലെറ്റർ വേണം. നമുക്കിപ്പോൾ സപ്പോസ് ഒരു 10 ജോലി അല്ലെങ്കിൽ 20 ജോലിക്ക് നമുക്ക് വേണമെങ്കിൽ ഒറ്റ CV വെച്ച് നമുക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ കവർ ലെറ്റർ ഓരോ ജോലിക്കും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കണം. നമ്മൾ ഒരു കോമൺ കവർ ലെറ്റർ ഉണ്ടാക്കിയിട്ട് കമ്പനിയുടെ പേരും മാറ്റി ഓരോ ജോലിക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. കാരണം അവർ എത്രയോ ഇതുപോലത്തെ ആപ്ലിക്കേഷൻസ് കാണുന്നതാണ്. അപ്പോൾ അത് കണ്ടാൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. റിക്രൂട്ടേഴ്സിൻ്റെ കാര്യം ഞാൻ ഈ പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, നമ്മൾ കവർ ലെറ്റർ എഴുതി തുടങ്ങുന്ന സമയത്ത് നമ്മൾ റിക്രൂട്ടർ അഭിസംബോധന ചെയ്യുമ്പോൾ സെക്കൻഡ് നെയിം യൂസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ റിക്രൂട്ടറുടെ പേര് ജോൺ പോൾ എന്നാണെങ്കിൽ ഡിയർ മിസ്റ്റർ പോൾ എന്ന് വേണം നമ്മൾ എഴുതാൻ. ഇതാണ് ജർമ്മനിയിലും ഓസ്ട്രേലിയയിലൊക്കെ യൂസ് ചെയ്യുന്ന ഫോർമൽ വേ. പിന്നെ അഭിസംബോധന ചെയ്യുമ്പോൾ ആ ഒരു വേർഡ് മാത്രമല്ല, ആ 2-3 വേർഡ്സ് മാത്രം ജർമ്മനിലായി കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നാവും. ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പണികളാണ് ഇതൊക്കെ. മൂന്നാമത്തെ കാര്യം, ഈ കവർ ലെറ്ററിൻ്റെ ബോഡിയിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട ഡീറ്റെയിൽസിനെ പറ്റിയാണ്. ആദ്യം നമ്മൾ ആഡ് ചെയ്യേണ്ടത് എന്തുകൊണ്ട് നമ്മൾ ഈ കമ്പനി സെലക്ട് ചെയ്തു എന്നതിനെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ കമ്പനിയെ പറ്റി കുറച്ച് റിസർച്ച് ചെയ്തിട്ടുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ വളരെ കൺവിൻസിംഗ് ആയി നമ്മളത് അവതരിപ്പിക്കണം. അത് മാത്രമല്ല, ഇപ്പോൾ നിങ്ങൾ ജർമ്മനിയിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ജർമ്മനിയെ പറ്റി അല്ലെങ്കിൽ ജർമ്മനിയിലേക്ക് എന്തുകൊണ്ട് നിങ്ങൾ റീലൊക്കേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു, അത്തരത്തിലുള്ള കുറച്ച് കൺവിൻസിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫസ്റ്റ് പാരഗ്രാഫ് തന്നെ എഴുതാം. അടുത്ത പാരഗ്രാഫിൽ നിങ്ങളുടെ കഴിവ്, അപ്പോൾ നിങ്ങൾ CVയിൽ നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള നിങ്ങളുടെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് വളരെ ചുരുങ്ങിയ രൂപത്തിൽ ഒരു 2-3 സെൻറ്റൻസിൽ നിങ്ങളത് ഒരു സമ്മറി എന്നുള്ള ഒരു രീതിയിൽ അവതരിപ്പിക്കണം. ഇതാണ് രണ്ടാമത്തെ പാരഗ്രാഫിൽ നമ്മൾ ചെയ്യുന്നത്. മൂന്നാമത്തെ പാരഗ്രാഫിൽ നമ്മൾ ആഡ് ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ, ഈ ഒരു ഓപ്പണിംഗ്, ഇപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന ഈ ഓപ്പണിങ്ങിലേക്ക് എന്തുകൊണ്ട് ഞാൻ സ്യൂട്ടബിൾ ആണ് എന്ന് വളരെ ബുദ്ധിപരമായി നിങ്ങൾക്ക് സമർത്ഥിക്കാൻ പറ്റിയാൽ അതോടുകൂടി ഈ ഒരു മൂന്നാമത്തെ പാരഗ്രാഫ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇനി കവർ ലെറ്ററിൻ്റെ അവസാനം ഡീറ്റെയിൽസ് ആഡ് ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം. ഇപ്പോൾ സാധാരണ നമ്മൾ കണ്ടുവരാറുള്ള ഒരു കാര്യമാണ്, ഇപ്പോൾ ചിലർ എഴുതും പ്ലീസ് ഫ്രീ ടു കോൺടാക്ട് മീ അറ്റ് എനി ടൈം, അങ്ങനെയൊക്കെ എഴുതാറുണ്ട്. പക്ഷേ നമ്മൾ അങ്ങനെ എഴുതുന്നതിന് പകരം നമ്മളൊരു സ്ലോട്ട് കൊടുക്കുക. ഇത്ര സമയം മുതൽ എത്ര സമയം വരെ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം, ഞാൻ ആ സമയത്ത് അവൈലബിൾ ആവും എന്നുള്ള രൂപത്തിൽ. അതിന് കാരണം എന്താ വെച്ചാൽ, ഈ ജർമ്മൻസ് എല്ലാം സമയത്തെ വല്ലാണ്ട് വളരെയധികം ബഹുമാനിക്കുന്ന കൂട്ടത്തിലുള്ള ആൾക്കാരാണ്. അപ്പം നമുക്ക് മറ്റു പല പണികളുണ്ടെന്നും നമ്മൾ അവർക്ക് വേണ്ടി ഇത്തരമൊരു ടൈം സ്ലോട്ട് നമ്മൾ അവർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുകയാണെന്നുള്ളൊരു ഫീൽ അവർക്ക് വേണം. അത് നമ്മളുടെ മേലുള്ള റെസ്പെക്റ്റ് പോകും. പിന്നെ ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്യേണ്ടത് നമ്മൾ എത്ര പെട്ടെന്ന് ഈ ജോലിയിൽ പ്രവേശിക്കാം. ഫോർ എക്സാമ്പിൾ നോട്ടീസ് പീരീഡ്, അത്തരം ഡീറ്റെയിൽസൊക്കെ നമ്മൾ ഈ അവസാന ഭാഗത്ത് നമ്മൾ ആഡ് ചെയ്യണം. ഇനി അഥവാ ഇതൊരു ഇമ്മീഡിയറ്റ് റിക്വയർമെൻ്റ് ആണെങ്കിൽ, ഇപ്പോൾ ഇത് പെട്ടെന്ന് ജോയിൻ ചെയ്യേണ്ട ഒരു ഓപ്പണിംഗ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഒരു കാരണം, ഫോർ എക്സാമ്പിൾ നിങ്ങൾ എംപ്ലോയറായിട്ട് ഡിസ്കസ് ചെയ്ത് ഈ നോട്ടീസ് പീരീഡ് കുറക്കാൻ വേണ്ടി ട്രൈ ചെയ്യാം എന്നുള്ള രൂപത്തിൽ വളരെ കൺവിൻസിംഗ് ആയിട്ട് അവതരിപ്പിക്കാൻ പറ്റിയാൽ ആ ഒരു അവസാന ഭാഗം, കവർ ലെറ്ററിൻ്റെ അവസാന ഭാഗം വളരെ നൈസായിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇനി അവസാനം ഒരു പൊതുവായൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, കവർ ലെറ്റർ ഒരിക്കലും വളരെ ലെങ്തി ആവാൻ പാടില്ല. കൂടുതൽ ഡീറ്റെയിൽസ് ആഡ് ചെയ്തിട്ട് ഒരുപാട് ലെങ്ത് കൂടാൻ പാടില്ല. അതുപോലെ വളരെ കുറഞ്ഞ 1-2 സെൻറ്റൻസിലോ അല്ലെങ്കിൽ 1-2 പാരഗ്രാഫിൽ മാത്രം ഒതുക്കുകയും ചെയ്യരുത്. ഞാൻ മുമ്പ് വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ഞാൻ ജോലി ചെയ്ത സമയത്ത് ചില HRകൾ ആക്ച്വലി ഈ കവർ ലെറ്റർ കാര്യമായിട്ട് അവർ കാണുമായിരുന്നു. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, വളരെ ചെറിയ CV കവർ ലെറ്റർ ആണെങ്കിൽ അവരപ്പോൾ തന്നെ അത് ഡിലീറ്റ് ചെയ്ത് കളയുകയാണ് ഞാൻ കണ്ടിട്ടുള്ളത്.
ഇനിയിപ്പോൾ വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു കവർ ലെറ്റർ ആണെങ്കിൽ അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഓക്കെ ഇത് പിന്നെ നോക്കാം, ബാക്കിയുള്ളതൊക്കെ നോക്കിയിട്ട് അവസാനം നോക്കാമെന്ന് പറയും. പക്ഷേ ഇൻ്റർവ്യൂ ഒക്കെ ഈ പ്രോസസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവർക്ക് വേണ്ട ആൾക്കാരെ കിട്ടിക്കഴിഞ്ഞാൽ ഈ കവർ ലെറ്റർ എന്നൊരൊറ്റ കവർ ലെറ്റർ ലെങ്ത് കൂടി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ആ CV നോക്കാതെ പോവുകയാണ്. അപ്പോൾ അത്തരം മിസ്റ്റേക്കുകൾ ഒരിക്കലും വരുത്തരുത്. ഇതൊക്കെ ജസ്റ്റ് ഞാൻ എൻ്റെ ഓർമ്മയിൽ പെട്ടെന്ന് വരുന്ന കാര്യങ്ങൾ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിനെ വളരെ കൺവിൻസിംഗ് ആയ രൂപത്തിൽ റിക്രൂട്ടർക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ബെസ്റ്റ്. കാരണം നമ്മുടെ കഴിവിനെ പറ്റി നമ്മൾക്കാണ് കൂടുതൽ അറിയുക. അപ്പോൾ അങ്ങനെ ഒരു കവർ ലെറ്റർ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. ഓൾ ദി ബെസ്റ്റ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.